വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ പ്രൊഫഷണൽ ഗാംബ്ലർ എന്ന ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. കുറച്ചുകൂടെ ക്ലാരിറ്റി കൊണ്ടുവരാം. നമുക്ക് കുറച്ചുകൂടെ കൺഫർമേഷൻസ് നമുക്ക് ആ സെയിം സെറ്റപ്പിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടെ എൻട്രീസ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ രണ്ട് രീതിയിലുള്ള ചാർട്ടിലേക്ക് നമ്മൾ നോക്കണം അല്ലേ. ഒന്ന്, എക്സ്ട്രീം സിറ്റുവേഷൻസിൽ മാർക്കറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്ത് പോകുന്ന ദിവസങ്ങളിലും വൺ സൈഡ് മാർക്കറ്റ് ഡൗൺ സൈഡ് ഫോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിലും എങ്ങനെയാണ് നമ്മൾ ആ ഒരു എൻട്രി സെനാരിയോസ് വരുമ്പോഴത്തേനും നമ്മൾ എൻട്രി എടുക്കുന്നതും കൂടെ നമ്മൾ ആ ഒരു ഇവൻച്വാലിറ്റിയും കൂടെ നമ്മൾ നോക്കണം, റൈറ്റ്. അപ്പം നമുക്ക് വൺ സൈഡിലേക്ക് പോയേക്കുന്നതും അതുപോലെ തന്നെ റേഞ്ച് ചെയ്തിട്ട് പിന്നെ താഴോട്ട് വന്നിരിക്കുന്ന മാർക്കറ്റിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടെ നമ്മളുടെ ഓപ്പർച്യൂണിറ്റി വരുന്നതെന്ന് നോക്കാം. ഓൾസോ വി വിൽ ക്ലബ് സം വോളിയം കൺഫർമേഷൻ ഓൾസോ. ഓക്കെ, അപ്പോൾ വോളിയം കൺഫർമേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് വോളിയം മാത്രം നോക്കുക, റൈറ്റ്. നമുക്ക് എൻട്രി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഇൻക്രീസ്ഡ് വോളിയം? സോ രണ്ട് വോളിയം ക്യാൻഡിൽ ഇവിടെ സ്പൈക്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. അതിപ്പോൾ ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല. വോളിയം ഇതുപോലെ വോളിയം വന്നിരിക്കുന്നു. സി, ഇങ്ങനെ ഒരു വോളിയം വന്നു, അതിനുശേഷം അടുത്ത വോളിയം അതിന് മുകളിൽ വന്നിരിക്കുന്നു അല്ലേ, ഇങ്ങനെ വന്നിരിക്കുന്നു. സോ ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഇൻക്രീസ്ഡ് വോളിയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈ വോളിയം ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ വോളിയം ക്യാൻഡിൽ വരുമ്പോൾ സി, ഇതൊരു ഹൈ വോളിയം ക്യാൻഡിലാണ്. സി, ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ, ഈ റെഡ് ക്യാൻഡിൽ ഒരു ഹൈ വോളിയം ക്യാൻഡിലാണ് അല്ലേ. ആ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹൈ വോളിയം നമ്മൾ കാണുവാണെങ്കിൽ അതിന് ബോട്ടം ആയിരിക്കണം നമ്മൾ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത്. എപ്പോഴും നേരത്തെ നമ്മൾ പഠിച്ച കൺസെപ്റ്റിലാണ് 3 ക്യാൻഡിൽ കൺസിക്യൂട്ടീവ് ആയിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ 4th ക്യാൻഡിൽ അതിന് ബോട്ടം ക്ലോസ് ചെയ്യുമ്പോഴാണ് എൻട്രി നമുക്ക് വരുന്നത് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വോൺ നമ്മൾ കാണുകയാണെന്ന് വിചാരിച്ചു. പ്രൈസ് ഇങ്ങനെ വൺ സൈഡ് ഇങ്ങനെ കൺസിക്യൂട്ടീവ് ആയിട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം, നമ്മളെ സംബന്ധിച്ച് അതൊരു എൻട്രി സെനാരിയയിലേക്കുള്ള ഇതാണ്. പക്ഷേ സോൺ എവിടെയെങ്കിലും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സി, പ്രൈസ് ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വന്നിരിക്കും. അപ്പോൾ ഈ സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതിന് മുകളിൽ പ്രൈസ് ക്ലോസ് ചെയ്തതിന് ശേഷം 1 ക്യാൻഡിൽ 2 ക്യാൻഡിൽ 3 ക്യാൻഡിൽ എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോഴാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ പ്രൈസ് ഇപ്പോൾ സപ്പോസ് ഒരു ദിവസം രാവിലെ മാർക്കറ്റ് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും ഓപ്പണായി, ഓൾ റൈറ്റ്, ഇപ്പോൾ താഴോട്ട് ഓപ്പണായി ഇങ്ങനെ വരുവാണ്. അതായത് പ്രൈസ് ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നു, അതിനുശേഷം പ്രൈസ് നേരെ മുകളിൽ പോയി, അതിനുശേഷം വീണ്ടും പ്രൈസ് നേരെ താഴോട്ട് വരുവാണ്. താഴോട്ട് വരുന്ന വരവിന് നമ്മൾ ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇത് ചെയ്യാൻ പോകരുത്. ബിക്കോസ് നമ്മളൊരു റേഞ്ചിനകത്താണ് നിൽക്കുന്നത് എപ്പോഴും അല്ലേ. ട്രേഡിംഗ് എപ്പോഴും ഒരു റേഞ്ചിനകത്ത് നിന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ എൻട്രി എന്ന് പറയുന്നത്. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. സി, ഇവിടെ ഇപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിച്ചു. ഇത് 1 ക്യാൻഡിൽ 2 ക്യാൻഡിൽ 3 ക്യാൻഡിൽ എന്നുള്ള ഒരു സെറ്റപ്പിൽ നമ്മൾ ഇതിനെ നോക്കുകയാണ്. നോക്കിക്കഴിയുമ്പോഴത്തേനും സി, നമ്മൾ ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു സോൺ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ആ സോൺ ബ്രേക്ക് ഔട്ട് ചെയ്യൂ എന്നുള്ളത് 100% ഷുവറാണ്. കണ്ടോ, ക്ലിയർ ഔട്ട് ചെയ്തിരിക്കുന്നുണ്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ നമ്മൾ 1 ക്യാൻഡിൽ 2 ക്യാൻഡിൽ 3 ക്യാൻഡിൽ എന്ന് കാണുമ്പോഴത്തേനും നമ്മളുടെ എൻട്രി സെനാരിയോ പ്രകാരം 4th ക്യാൻഡിൽ ഇത് സ്വീപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും 4th ഇങ്ങനത്തെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഫോർമേഷൻ വരുമ്പോൾ ഈ സോണിൻ്റെ അടുത്തേക്ക് മാർക്കറ്റ് വരുമ്പോൾ നമ്മൾ എന്താണ് നോക്കേണ്ടത്? ഇത് 4th ക്യാൻഡിലിന് പകരം വൺ ആഫ്റ്റർ അനദർ നല്ലൊരു സെറ്റപ്പിലാണ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതേസമയം നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു എൻട്രി സെനാരിയോ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് 4th ക്യാൻഡിൽ ഇഗ്നോർ 4th ക്യാൻഡിൽ എന്ന് നമുക്ക് വെക്കുവാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ നോക്കേണ്ടത് ഈ വന്നിരിക്കുന്ന വരവിന് ഈ 4th ക്യാൻഡിൽ 5th ക്യാൻഡിൽ ആ സമയത്ത്, അല്ലെങ്കിൽ ഈ വരുന്ന വരവിൽ ആഫ്റ്റർ 2nd ക്യാൻഡിൽ 3rd ക്യാൻഡിൽ 4th ക്യാൻഡിൽ ഈ 2 ക്യാൻഡിലിൽ എവിടെയെങ്കിലും ഇൻക്രീസ്ഡ് വോളിയം വന്നിട്ടുണ്ടോ നോക്കുക. സോ ഇവിടെ ഇൻക്രീസ്ഡ് വോളിയം വന്നിരിക്കുന്നത് ഏത് ക്യാൻഡിലാണ്? 2nd ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് 3 ക്യാൻഡിൽ ഫോർമേഷൻ ക്ലിയർ ആയിട്ട് നമുക്ക് വേണം താനും. അപ്പോൾ 3rd ക്യാൻഡിലിന് ബോട്ടം 3rd ക്യാൻഡിൽ ഇൻക്രീസ്ഡ് വോളിയം വന്നിട്ടുണ്ടെങ്കിൽ 4th ക്യാൻഡിൽ അല്ലെങ്കിൽ 4th ക്യാൻഡിലോ അതിൻ്റെ സബ്സീക്വൻറ്റ് ക്യാൻഡിലോ ഇതുപോലെ ബോഡി ഫോം ചെയ്തതിന് ശേഷം ആ ഇൻക്രീസ്ഡ് വോളിയം വന്നിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ഇതുപോലെ സ്വീപ്പ് ചെയ്യുകയും ഒരു സോൺ സ്വീപ്പിംഗ് ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ ഹയർ ദ പോസിബിലിറ്റി നമുക്ക് ചെറിയൊരു ടാർഗറ്റ് പെട്ടെന്ന് നമുക്ക് റിവേഴ്സൽ സൈനിലേക്ക് നമുക്ക് കയറാൻ പറ്റും. മനസ്സിലായോ? ഈ സെനാരിയോയിൽ നമുക്ക് വോളിയം കൺഫർമേഷൻ കിട്ടുന്നില്ല. സോ നമുക്ക് വി വിൽ സീ വോളിയം കൺഫർമേഷൻ ഓൾസോ. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വെൻ യു സീ എ സോൺ, ഓക്കെ, ആ സോണിനകത്തായിരിക്കരുത് നമ്മൾ ഈ ഫൈൻഡ് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ. അകത്താണെങ്കിൽ വെയിറ്റ് ഫോർ എന്താണ് ഇത് സോൺ സ്വീപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോഴും നമ്മൾ കാണണം വൺ സൈഡ് പ്രൈസ് ഇങ്ങനെ വൺ ആഫ്റ്റർ അനദർ ഒന്നിന് താഴെ വെരി സ്ട്രോങ് ക്ലോസിങ് താഴേക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹയർ ദ പോസിബിലിറ്റി ഇറ്റ് വിൽ ടേക്ക് യു ടേൺ ഇമ്മീഡിയറ്റ്ലി. മനസ്സിലായി? അപ്പോൾ ഇവിടെ വോളിയം ഇൻക്രീസും കൂടെ വരുവാണെങ്കിൽ, ഇൻക്രീസ്ഡ് വോളിയം കൂടെ ഇവിടെ വരുവാണെങ്കിൽ ഹയർ ദ പോസിബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ റിവേഴ്സ്. ഈ കേസിൽ ഫ്രാക്ടൽ വോളിയം ഈസ് വെരി കണ്ണിങ്. അണ്ടർസ്റ്റുഡ്?
അപ്പോൾ ഇവിടെ നമുക്കത് കിട്ടുന്നില്ല. സോ എവിടെയാണ് ഇനി കിട്ടുന്നത് നമുക്ക് നോക്കാം. റൈറ്റ്. നൗ ഇപ്പം പറഞ്ഞ കൺസെപ്റ്റ് പ്രകാരം സോൺ ഏരിയ വരുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സോ ഒന്നും കൂടെ ക്ലിയർ ചെയ്തേക്കാതെ സോൺ ഏരിയ ഇതാണ് ആ ലൈൻ വന്നിരിക്കുന്നത് അല്ലേ. ഇപ്പം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നു, സോൺ വന്നു. അപ്പോൾ നമ്മൾ സോൺ വരുമ്പോഴത്തേനും നമ്മൾ ഇവിടെ 3 ക്യാൻഡിൽ ഫോർമേഷൻ കണ്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ ചെയ്യരുത്. ബിക്കോസ് എന്താണ്, ഈ സോൺ സ്വീപ്പ് ചെയ്ത് ക്ലോസ് ചെയ്തതിന് ശേഷം ക്യാൻഡിൽ 1 ക്യാൻഡിൽ 2 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ക്യാൻഡിൽ 3 4th ക്യാൻഡിൽ സ്വീപ്പ് ചെയ്യുമ്പോൾ ടേക്ക് എ ഷോർട്ട് എൻട്രി. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. വി വിൽ പ്ലാൻ ഫോർ എ സെല്ലിംഗ് എൻട്രി. ഓൾ റൈറ്റ്. അപ്പം ഇതിനകത്ത് ഈ സോൺ ഏരിയയിൽ വരുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. സപ്പോസ് നമുക്ക് ഡ്രൈവിംഗ് നമുക്കൊരു കാറുണ്ട്, നമ്മൾ അത്ര എക്സ്പേർട്ട് അല്ല, നമ്മൾ എൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ലേണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വണ്ടി പഠിച്ചുകൊണ്ട് പോവുക. അപ്പം നമ്മളുടെ ഓപ്പോസിറ്റ് കുറേ ചെറിയ വണ്ടി വരുന്നുണ്ട്, ലോറി വരുന്നുണ്ട്, ബസ് വരുന്നുണ്ട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എതിരെ വന്നിട്ടിരിക്കുക. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനാണ് അല്ലേ. ആ വണ്ടികൾക്കിട്ട് തട്ടുമോ ഇടിക്കുമോ എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ മനസ്സാപ്പാടെ ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ. പക്ഷേ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് നമ്മൾ ഭയങ്കര എക്സ്പെർട്ടാണ്. പക്ഷേ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോവുകയാണ്, ഇവിടത്തും തട്ടരുത്, അവിടെ തട്ടരുത്, ഇവിടെ തട്ടരുതെന്ന് പറഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. സിമിലർലി ഇതിനകത്തും നമ്മൾ ആ ഒരു എന്താ പറയുന്നത്, വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പോക്കിന് നമ്മൾ മാർക്കറ്റിന് സർട്ടൺ ഇംബാലൻസ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇങ്ങനെ സ്വീപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ആ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇംബാലൻസസ് we are going to get involved in the imbalance position of market so that it will come down. ആ സമയത്ത് ഇമീഡിയറ്റ്ലി നമ്മൾ കവർ ടാപ്പ്. അതാണ് ഇന്നത്തെ കാര്യം. സോ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് 1 ക്യാൻഡിൽ 2 ക്യാൻഡിൽ 3 ക്യാൻഡിൽ 4th ക്യാൻഡിൽ ഇവിടെ വരുന്നു. ഫസ്റ്റ് മോർണിംഗ് ട്രേഡ് തന്നെ ഇവിടെ ഇത് വന്നിട്ടുണ്ട്, ട്രേഡ് വന്നിട്ടുണ്ട്. സോ നമ്മളിത് നോക്കുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്? മോർണിംഗിൻ്റെ ട്രേഡ് എന്ന് പറയുന്നത് കുറച്ച് നാളും കൂടെ നമ്മൾ കുറേ നാൾ പരിശീലിച്ച് കഴിഞ്ഞതിന് ശേഷം 9 മണി തൊട്ട് ഒരു 9:30 വരെയുള്ള സമയം, 9:15 തൊട്ട് 10 മണി വരെയുള്ള സമയം, നമ്മൾ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ട്രേഡ് ചെയ്യില്ലേ എന്ന് പറഞ്ഞ പോലെയുള്ള ആ ഒരു സമയത്ത് ട്രേഡ് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു ബെസ്റ്റ് ഏരിയ എന്ന് പറയാൻ പറ്റും. എങ്കിൽ പോലും നമുക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമ്മളിവിടെ ട്രേഡ് എടുക്കുകയാണെന്ന് വിചാരിച്ചോ, ഇത് ഫെയിൽഡ്, നമുക്കിനി വീണ്ടും നമുക്ക് നോക്കാം. സോ ഈ ട്രേഡ് ഫെയിലായി അല്ലേ. സോ ഫസ്റ്റ് ട്രേഡ് നമുക്കിവിടെ ഫെയിലായി. സോ 3rd ക്യാൻഡിലിൻ്റെ ബോട്ടം നമ്മൾ എൻട്രി എടുത്തു, ഫെയിൽഡ്. ഓൾ റൈറ്റ്. സോ സെക്കൻഡ് ട്രേഡ്, ആഫ്റ്റർ ട്രേഡ് നമ്മൾ ഫെയിലായതിനു ശേഷം നമ്മൾ നെക്സ്റ്റ് സെറ്റപ്പിന് ആ ക്യാൻഡിൽ കഴിഞ്ഞിട്ട്, അതായത് എവിടെയാണോ ഫെയിൽ ആയേക്കുന്നത്, ഈ റെഡ് ക്യാൻഡിലാണ് ഫെയിൽ ആയിരിക്കുന്നത്, അതിനുശേഷം ഫോം ചെയ്യുന്ന ക്യാൻഡിൽസാണ് പിന്നെ നമ്മൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ സെയിം ക്യാൻഡിൽ വലുതാണെങ്കിൽ കുഴപ്പമില്ല, ചെറിയ ക്യാൻഡിലാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ കൗണ്ട് ചെയ്യാം. സോ നെക്സ്റ്റ് റെഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ എങ്ങും 3 ക്യാൻഡിൽ സെറ്റപ്പ് ഇല്ല, എല്ലാം ഇൻസൈഡാണ്, റേഞ്ച് ചെയ്തു, മാർക്കറ്റ് ഇവിടെ തൊട്ട് താഴോട്ട് വരുവാണ്. അപ്പം താഴോട്ട് വരുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ന്യൂ ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് അല്ലേ. ആ ന്യൂ ലോ ക്രിയേറ്റ് ചെയ്തതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പം തൊട്ടേ ഉള്ളൂ നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്ക് വീണ്ടും തുടങ്ങുന്നുള്ളൂ. റൈറ്റ്. അപ്പോൾ അതിന് താഴെ പ്രൈസ് പോയി ഇത് ക്ലോസ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, 3rd ക്യാൻഡിൽ ഡീസൻറ്റ് ഇതുണ്ട്. അപ്പം നമ്മൾ നോക്കുന്നത് ഇവിടുന്ന് അടുത്ത ട്രേഡിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നു. ഫസ്റ്റ് ക്യാൻഡിൽ, ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, 3rd ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് അതും ഫെയിലായി. റൈറ്റ്, ഫെയിൽഡ്. നെക്സ്റ്റ് അടുത്ത ക്യാൻഡിൽ വരുമ്പോഴത്തേനും ഇവിടെ ഒരു സോണോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണ്, ഒന്നുമില്ല. സോ അടുത്ത പിന്നെ നോക്കുകയാണ് ഫസ്റ്റ് ക്യാൻഡിൽ, ഇവിടെ തൊട്ടാണ് നോക്കുന്നത്. ഇനി ഈ ക്യാൻഡിൽ നമ്മൾ എന്താണ് ഈ സോൺ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത, ബിക്കോസ് അവർ ന്യൂ ലോ ക്രിയേറ്റ് ചെയ്തിരിക്കും, അതിന് ബോട്ടമാണ്. ഇതിന് ശേഷം പ്രൈസ് 3 ക്യാൻഡിൽ അതിന് ശേഷം വരുന്നുണ്ടോ? ഇല്ല. അപ്പം ഇവിടെ ഫെയിലാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ എന്ത് സംഭവിച്ചു? ഇൻക്രീസ്ഡ് വോളിയം വന്നു അല്ലേ. ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, 3rd ക്യാൻഡിൽ ഇൻക്രീസ്ഡ് വോളിയം വന്നു. ആ വോളിയം വന്ന ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തപ്പോഴാണ് നമ്മൾ എൻട്രിയിലേക്ക് കയറുന്നത് അല്ലേ. ദാറ്റ്സ് റൈറ്റ് എൻട്രി. പക്ഷേ മാർക്കറ്റ് താഴോട്ട് പോയി, ഓപ്പോസിറ്റ് പോയി. അപ്പം ഇതൊരു കറക്റ്റ് സെനാരിയാണ്. വോളിയത്തിൻ്റെ കൺഫർമേഷനകത്ത് നമ്മൾ നോക്കുമ്പോൾ ലാസ്റ്റ് ക്യാൻഡിൽ വോളിയം എല്ലാ ക്യാൻഡിലിനെക്കാളും വോളിയം ഇൻക്രീസ് വന്നിട്ടുണ്ട്. ഇൻക്രീസ് വന്നിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ബോട്ടത്തിലാണ് നമ്മൾ പ്രൈസ് കയറുന്നത്. പക്ഷേ നമ്മൾ ഫെയിലായി. നോ പ്രോബ്ലം. നെക്സ്റ്റ് അതിനുശേഷം ഫെയിലായതിനു ശേഷം ഗ്രീൻ ക്യാൻഡിൽ തൊട്ട് കൗണ്ട് ചെയ്യുകയാണ്. 1 2 3 ഒന്നും വരുന്നില്ല അല്ലേ. സെക്കൻഡ് ക്യാൻഡിലേ ഉള്ളൂ. സോ ഇവിടെ വോളിയം ഇൻക്രീസ് ഒന്നും കാണിക്കുന്നില്ല. ഇവിടെ ചെറിയൊരു ഇൻക്രീസ് വോളിയം കാണിക്കുന്നത്, റേഞ്ച് ചെയ്യുന്നു, പിന്നെയും പ്രൈസ് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പം ഇവിടെ ആകപ്പാടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കണ്ടോ, ചെറിയൊരു സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഇങ്ങനത്തെ സോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സോണിൻ്റെ ടോപ്പ് പോർഷനിൽ മാർക്കറ്റ് കയറി ക്ലോസ് ചെയ്യണം. സോ
ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ്, അത് സ്വീപ്പ് ചെയ്തിട്ട് ബാക്കി ക്യാൻഡിൽസ് എല്ലാം ഇൻസൈഡ് ആയിപ്പോയി. അപ്പോൾ നമുക്ക് എന്ത് പറ്റുന്നത്, ഇൻസൈഡ് ആയിപ്പോയി കഴിയുമ്പോഴത്തേനും ആക്ച്വലി ഇതിന് മുകളിൽ പ്രൈസ് കയറിപ്പോണം അല്ലേ. അപ്പോൾ ഇൻസൈഡ് ആയിട്ട് വരുമ്പോഴത്തേനും നമ്മൾ ആ സെറ്റപ്പ് ഇഗ്നോർ ചെയ്ത് കളയാം. ബിക്കോസ് ഒരൊറ്റ ക്യാൻഡിലേൽ ഈ ക്യാൻഡിലിനകത്തായിരിക്കരുത്. അതേസമയം സ്വീപ്പ് ഓഫ് ദ ക്യാൻഡിൽ ബോഡി പോർഷന് ബോട്ടം ആണെങ്കിൽ സാരമില്ല. അപ്പോൾ നമ്മൾ ഇതിനെങ്ങനെയാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്, ഇതിനൊരു ഇൻസൈഡ് ആക്ടിവിറ്റി ഇല്ല അല്ലേ. വൺ ആഫ്റ്റർ അനദർ താഴോട്ട് ക്ലോസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് എൻട്രി കയറുന്നത്. സിമിലർലി നമ്മൾ ആ തിരിച്ച് കയറുമ്പോഴും അതുപോലെ തന്നെ വേണം. അപ്പോൾ ഇത് സ്വീപ്പ് ചെയ്ത് അതിനകത്തായിപ്പോയി. ഇവിടെ ഒരു ചെറിയൊരു സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സോണിന് മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങത്തുള്ളൂ. ഇവിടെ കൗണ്ട് ചെയ്യാൻ ഈ ക്യാൻഡിൽ കൗണ്ട് ചെയ്യാം, പക്ഷേ ഇൻസൈഡ് ആക്ടിവിറ്റി വന്നു കഴിഞ്ഞപ്പോൾ ലീവ് ഇറ്റ്. നൗ നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഇതിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഒരു സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ. ആ സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സോണിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ലൈൻ എടുത്തിട്ട് ഇവിടെ വെക്കുന്നു. ഓൾറൈറ്റ്, ഇതിന് മുകളിൽ പ്രൈസ് കയറുമ്പോഴേ ഉള്ളൂ അടുത്ത എൻട്രി എന്ന് പറഞ്ഞു. സോ അതിന് മുകളിൽ പ്രൈസ് കയറിയ ക്യാൻഡിൽ ഏതാണ്, ഈ ക്യാൻഡിലാണ് അല്ലേ. അപ്പം ഫസ്റ്റ് ക്യാൻഡിൽ ഇത് സ്വീപ്പ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ കൗണ്ട് ചെയ്യുന്നത് ഇതിന് ശേഷം പ്രൈസ് മുകളിലേക്ക് വേണം. ഫസ്റ്റ് ക്യാൻഡിൽ സെക്കൻഡ് ക്യാൻഡിൽ തേർഡ് ക്യാൻഡിൽ, എക്സലൻറ്റ്. അപ്പോൾ തേർഡ് ക്യാൻഡിൽ എന്ന് പറയുമ്പോഴത്തേന് ഇതാണ് നമ്മളുടെ ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ ഫോർത്ത് ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തോ, ഇല്ല. ഇതിൻ്റെ മുകളിൽ ഫോർത്ത് ക്യാൻഡിൽ വന്നിട്ട് സ്വീപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ സ്വീപ്പ് ചെയ്യാത്തപ്പോൾ നമുക്ക് ഈ ഫോർത്ത് ക്യാൻഡിലിൽ എൻട്രി ഇല്ല, റൈറ്റ്. നമുക്ക് എൻട്രി കിട്ടുന്നില്ല. ബിക്കോസ് നമ്മളിവിടെ സെല്ലിംഗ് എൻട്രിയാണ് നമ്മൾ താഴോട്ട് എടുക്കേണ്ടത്. അപ്പം ഇവിടെ സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നില്ല. സോ നമ്മളിവിടെ നോക്കുമ്പോഴും ഈ ഒരു കംപ്ലീറ്റ് സോൺ സ്വീപ്പ് ചെയ്തേച്ചാണ് മാർക്കറ്റ് നിൽക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് ഈ എൻട്രി മിസ്സായി. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് വീണ്ടും ഒരു സോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, റൈറ്റ്. സോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ സോണിൻ്റെ ബോഡി പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് നമ്മൾ ആ സോണിൻ്റെ ബോഡി പോർഷൻ മാർക്ക് ചെയ്യപ്പെടുന്നു. സോൺ സ്വീപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് എൻട്രി വരുന്നത് അല്ലേ. സോൺ സ്വീപ്പ് ചെയ്യുമ്പോൾ എൻട്രി വരണമെങ്കിൽ ഇതുപോലെ തന്നെ ക്യാൻഡിൽസ്റ്റിക് വൺ ആഫ്റ്റർ അനദർ 1 2 3 ഇത് വരുന്നു. തേർഡ് ക്യാൻഡിൽ ഇവിടെ ഇത് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിൽ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഇവിടെ ഈ സെനാരിയോയിൽ ഇത് രണ്ടും ഫസ്റ്റ് സെക്കൻഡ് ക്യാൻഡിലും ഇൻക്രീസ്ഡ് വോളിയം വന്നിരിക്കുന്നത്. അതേസമയം ബോട്ടം ലെവലിൽ ഈ രണ്ട് ഇൻക്രീസ്ഡ് വോളിയം ഇതിൻ്റെ അടുത്താണ്, ഈ രണ്ട് ക്യാൻഡിലാണ് വരുന്നതും. ഈ സോൺ സ്വീപ്പിങ്ങിൻ്റെ സമയത്ത് പ്രൈസ് ഇതിന് താഴെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ഗെറ്റ് ഇൻ ടു ദ എൻട്രി, യു വിൽ ഗെറ്റ് എ ടാർഗറ്റ്. ഈ കേസിൽ നമുക്ക് മിസ്സായി. ഓൾ റൈറ്റ്, നോ അത് പോയി. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്, ഈ സോണിൻ്റെ മുകളിൽ പ്രൈസ് കയറണം, റൈറ്റ്. ആ സോണിൻ്റെ പ്രൈസ് മുകളിൽ കയറുമ്പോഴത്തേനും പ്രൈസ് മുകളിൽ വന്നു 1 2 വരുന്നുള്ളൂ, 3 വരുന്നില്ല. 3 വരാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അടുത്ത നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത് ഇനി അടുത്ത ക്യാൻഡിൽസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ. സോ ഫോർത്ത് ക്യാൻഡിൽ സ്വീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വി ആർ ഇൻ ടു ദ എൻട്രി, റൈറ്റ്. വി ആർ ഇൻ ടു ദ എൻട്രി മീൻസ് ഇവിടെ നോക്കിയേ ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിൽ വരുന്നുണ്ട്, റൈറ്റ്. ഇതുണ്ട്, ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു മിനിറ്റ്, ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് സ്വീപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് എൻട്രി. ഈ കേസിലും നമ്മളുടെ 1:1 ഫെയിലായി. അഗെയിൻ ഇവിടെ ഫെയിൽഡ് ബിക്കോസ് സെല്ലിംഗ് എൻട്രി അല്ലേ. സോ ഫെയിലായി. അപ്പം ഇങ്ങനെ വരുന്ന സെനാരിയോയിൽ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്നിരിക്കുന്ന ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിൽ ഇവിടെയാണെങ്കിലും ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തപ്പോഴാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ, എൻട്രി എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എൻട്രി എടുക്കുമ്പം എൻട്രി ക്രൈറ്റീരിയ ഈസ് റൈറ്റ് ബിക്കോസ് തേർഡ് ക്യാൻഡിൽ ഇൻക്രീസ്ഡ് ഉണ്ട്, അതിൻ്റെ ബോട്ടം പ്രൈസ് സ്വീപ്പ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ബൈ എൻട്രിക്ക് കയറി പ്രൊവൈഡഡ് ആയിട്ട് ഇത് നേരെ തിരിച്ച് വീണ്ടും ഈ ഹൈ സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളതാണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ അതും ഫെയിലായി. ഓക്കെ, ലെറ്റ് ഇറ്റ് ഗോ. ഇനി അതിനുശേഷം നമ്മൾ ഈ ഒരു ഇത് അടുത്ത സോൺ സ്വീപ്പ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും കൗണ്ട് ചെയ്യാണ്. ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ, റൈറ്റ്. ഇവിടെ തേർഡ് ക്യാൻഡിൽ വരുമ്പം നമ്മൾ ഇവിടുത്തെ ഈ പ്രൈസിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് നോക്കി വളരെ ലിമിറ്റഡ് ആണ് അല്ലേ. 45-50 പോയിൻ്റ് ഉണ്ട്, റൈറ്റ്. 50 പോയിൻറ്റോളം നമുക്ക് അവിടെ ഉണ്ട്. സോ ഈ 50 പോയിൻറ്റിന് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, നമുക്കിത് നമ്മുടെ ക്രൈറ്റീരിയയിൽ മാച്ചിങ് ആണ്. ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിലിന് എബവ് ഇത് ചെയ്യുമ്പോഴത്തേനും ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിലിന് എബവ് ഇതാണ് നമ്മളുടെ ഇതെന്ന് പറയുന്നത് കണ്ടോ. സോ പ്രൈസ് അപ്പ് ആൻഡ് ഡൗൺ വന്നിട്ടുണ്ട്. സോ ഈ ഒരു സെറ്റപ്പിൽ ഹോപ്പ്ഫുള്ളി എനിക്ക് തോന്നുന്നത് ആദ്യം പ്രൈസ് മുകളിലേക്ക് പോയിട്ട് ആണ് താഴേക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ
ആക്ച്വലി ഇവിടെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് നോക്കി, നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയോ, 10 പോയിൻ്റ് ഉണ്ട്. സോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എത്രയുണ്ട്, 4 പോയിൻ്റേ ഉള്ളൂ അല്ലേ. അപ്പം ഇവിടെ മുകളിൽ 10 പോയിൻ്റ് ഉള്ളത് കൊണ്ടും താഴെ 4 പോയിൻ്റ് ഉള്ളത് കൊണ്ടും കൺസിഡർ ദാറ്റ് ദിസ് ഈസ് എ സക്സസ്ഫുൾ ട്രേഡ്. ആ സമയത്ത് സക്സസ് ആയിട്ടുണ്ട് ആ ട്രേഡ്. അപ്പം ഇറ്റ് ഈസ് നമ്മളെ ടാർഗറ്റ്. ഓക്കെ, ഒരു ട്രേഡ് നമുക്കിവിടെ ഇത്ര നേരമായിട്ട് ഒരു ട്രേഡേ കിട്ടി നമുക്ക് ടാർഗറ്റ്. അതിനുശേഷം സോൺ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോഴത്തേന് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ നെക്സ്റ്റ് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും 3 ക്യാൻഡിൽ വരുന്നു, 4th ക്യാൻഡിൽ വരുന്നില്ല. വോളിയം നോക്കുമ്പോൾ കൺഫർമേഷൻ കിട്ടുന്നില്ല. ലീവ് ഇറ്റ്. നെക്സ്റ്റ് ഇവിടെ ഒരു സോൺ ക്രിയേറ്റ് ചെയ്യുന്നു, അത് സ്വീപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് 1 ആഫ്റ്റർ അനദർ ക്ലോസ് ചെയ്യുന്നില്ല. ഇനി ഇതിന് മുകളിൽ കയറുമ്പോൾ നമുക്ക് നോക്കുന്നു ടൈം ഈസ് ഗോൺ, ഫിനിഷ്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് എല്ലാം ഫെയിലിയർ. നൗ എക്സ്ട്രീം വോളറ്റൈൽ സിറ്റുവേഷൻ ആണെന്ന് ഓർത്തോണം ഇത്. ഇതിൽ കൂടുതൽ വോളറ്റിലിറ്റി വരാനില്ല, ശരിയല്ലേ. നമ്മൾ വരുന്നു, ബൈങ് ചെയ്യുന്നു, ഇതിനകത്തോടെ തിരിച്ച് കയറി പോകുന്നു. ഓൾ റൈറ്റ്. നൗ ഇനി അടുത്ത് വന്നു കഴിയുമ്പോഴത്തേനും പ്രൈസ് നേരെ താഴോട്ട് വരുന്നു. ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഇൻസൈഡ് ആക്ടിവിറ്റി 1 2 3 ക്യാൻഡിൽ വരുന്നു, 4th ക്യാൻഡിൽ വരുന്നു. വോളിയത്തിൻ്റെ കൺഫർമേഷൻ നമുക്ക് കിട്ടുന്നില്ല. സോ ഇവിടെ ആക്ച്വലി ഇത് നമ്മളെ സംബന്ധിച്ചൊരു എൻട്രിയാണ്, റൈറ്റ്. ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ ബോട്ടം ഇത്. സോ ഇവിടെ എത്ര പോയിൻ്റ് ഉണ്ട് താഴോട്ട്, സ്റ്റോപ്പ് ലോസ് 12 പോയിൻ്റ് ഉണ്ട്. സോ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. സോ ദിസ് ഈസ് എ ടാർഗറ്റ്. ഇത് നമ്മളെ സംബന്ധിച്ച് ടാർഗറ്റ് ട്രേഡാണ്. ബിക്കോസ് 1 2 3 ഇത് 3 അതിന് ബോട്ടം ജസ്റ്റ് പ്രൈസ് ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വി ആർ ഇൻ ദ ട്രേഡ്, ദെൻ ഇറ്റ് വെൻ ദ അതർ വേ, റൈറ്റ്. അവിടെ നിന്ന് ടാർഗറ്റ് കിട്ടി. അപ്പോൾ ഇവിടെ വരുമ്പോൾ വോളിയത്തിൻ്റെ കൺഫർമേഷൻ നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ എല്ലാം ഡിക്രീസിങ് വോളിയാണ് വരുന്നത്. സോ ലീവ് ഇറ്റ്. ഈവൻ സിമ്പിൾ സെറ്റപ്പിലാണെങ്കിൽ പോലും നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് പ്രകാരം തേർഡ് ക്യാൻഡിൽ, അതുകൊണ്ടാണ് നമ്മൾ തേർഡ് ക്യാൻഡിലേക്ക് നോക്കുന്നത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇവിടെ ഈ ഒരു ഇതിനകത്തെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് ഇവിടെയാണ് ഒരു സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ഈ സോണിൻ്റെ മുകളിൽ പ്രൈസ് കയറുമ്പോൾ 3 ക്യാൻഡിൽ കിട്ടുന്നുണ്ടോ, ഇല്ല. അഗെയിൻ പ്രൈസ് നേരെ താഴോട്ട് വരുവാണ് അല്ലേ. താഴോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈസ് 1 ക്യാൻഡിൽ 2 ക്യാൻഡിൽ 3 ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ അഗെയിൻ വി ആർ ഇൻ ദിസ് പർട്ടിക്കുലർ സോൺ അല്ലേ. ഈ ക്യാൻഡിലിൻ്റെ ബോട്ടം ഇത് സ്വീപ്പ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, ഈ ഒരു ഏരിയ ബോട്ടം സ്വീപ്പ് ചെയ്യുമ്പം ഓക്കെ, കാരണം ഇതിൻ്റെ റേഞ്ച് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റപ്പ് ഇഗ്നോർ ചെയ്യുക. വീണ്ടും നെക്സ്റ്റ്, ബിക്കോസ് നമ്മൾ ഈ ഒരു ലോയും ഹൈയും ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അതൊരു റേഞ്ച് ആയിട്ട് കൂട്ടിയാൽ മതി. ആ റേഞ്ചിനകത്ത് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് 3 ക്യാൻഡിൽ അതിനകത്ത് ഫോം ചെയ്തിട്ട് ഒരു കാര്യമില്ല, കാരണം പ്രൈസ് പോകത്തില്ല മുന്നോട്ട്. റേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പോയി അവിടെ. സോ ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമുക്ക് 3 ക്യാൻഡിൽ സെറ്റപ്പ് കിട്ടുന്നുണ്ടോ, ഇല്ല. അപ്പോൾ ഇവിടെ തൊട്ട് നമ്മൾ അടുത്ത ക്യാൻഡിൽ നോക്കുക, 1 2 3, റൈറ്റ്. 1 2 3. സോ നമ്മൾ ഇതെടുത്ത് കളയുന്നു. സോ 1 2 3 വരുമ്പോഴത്തേനും ഇവിടെ എന്ത് ചെയ്യുന്നു, ഇത് ഈ സോൺ സ്വീപ്പ് ചെയ്തു അല്ലേ. സ്വീപ്പ് ചെയ്തതിന് ശേഷം ക്യാൻഡിൽ ക്ലോഷർ നടന്നു. അതിനുശേഷം ഈ ക്യാൻഡിൽ വിട്ടു, സെക്കൻഡ് ക്യാൻഡിൽ 1 2 3, റൈറ്റ്. സോ ഇവിടെ നമ്മൾ തേർഡ് ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് സ്വീപ്പ് ചെയ്യുന്നുണ്ട്. ഇമ്മീഡിയറ്റ്ലി ഈ ക്യാൻഡിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പം യു സീ ദാറ്റ് വോളിയം ഈസ് ഇൻക്രീസ്ഡ്, റൈറ്റ്. ചെറുതാണെങ്കിൽ ഇവിടെ ഇൻക്രീസ്ഡ് വോളിയം വരുന്നുണ്ട്. ഈ 2 ക്യാൻഡിലിൻ്റെ ഇതിനകത്ത് ഇൻക്രീസ്ഡ് ക്യാൻഡിൽ വോളിയം വരുമ്പോഴത്തേന് അതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോയിൻസിഡൻ്റ്ലി നമ്മളുടെ തേർഡ് ക്യാൻഡിലാണ്, ഫോർത്ത് ക്യാൻഡിലാണ്. ഫോർത്ത് ക്യാൻഡിൽ യു വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു ദ എൻട്രി, എക്സിറ്റിംഗ് ഇമ്മീഡിയറ്റ്ലി. പ്രൈസിൻ്റെ ആക്ടിവിറ്റി ഉണ്ടോ, ഒരു മിനിറ്റ് പോലും എടുത്തില്ല, അതിനിപ്പുറം തന്നെ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഔട്ടായി. സോ നെക്സ്റ്റ് ഇത് കണ്ടോ, ടാർഗറ്റ്, റൈറ്റ്. അതിനിപ്പുറം തന്നെ ഇവിടെ ടാർഗറ്റ് കിട്ടി കഴിഞ്ഞു. സോ ഇനി നമ്മളെ സംബന്ധിച്ച് ഇവിടെ സോൺ ക്രിയേറ്റ് ചെയ്തു, ഇതും സോൺ ക്രിയേറ്റ് ചെയ്തു അല്ലേ, അപ്പ് ആൻഡ് ഡൗൺ. സോ ഇനി ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോഴും അടുത്ത ട്രേഡ് ഉള്ളൂ, റൈറ്റ്. നൗ യു വെയിറ്റ് ഫോർ ബ്രേക്ക് ഔട്ട്. ഇത് ബ്രേക്ക് ചെയ്തു, 3 ക്യാൻഡിൽ വന്നു, പ്രൈസ് മൂവ്മെൻ്റ് ഉണ്ടോ, ഇല്ല അല്ലേ. ഇതൊരു ചെറിയ, ഈ ക്യാൻഡിൽ നമുക്ക് ഇഗ്നോർ ചെയ്ത് കളയാം, അതിന് പ്രൈസ് മൂവ്മെൻറ്റ് ഇല്ല. സോ ലീവ് ഇറ്റ്. നൗ അതിനുശേഷം ഈ സോൺ വീണ്ടും ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണ് അല്ലേ. ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ 3 ക്യാൻഡിൽ കിട്ടുന്നുണ്ടോ, ഇല്ല. ലീവ് ഇറ്റ്. പക്ഷേ ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിൽ വരുന്നുണ്ട്, പ്രൈസ് മൂവ്മെൻറ്റും വരുന്നുണ്ട്. തേർഡ് ക്യാൻഡിൽ സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ബോട്ടം സ്വീപ്പ് ചെയ്യുന്നുണ്ട് പ്രൈസ്, അണ്ടർസ്റ്റുഡ്. പക്ഷേ ഇത് എൻട്രി നമ്മളെ സംബന്ധിച്ച് മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു. ഞാൻ പ്രൈസ് ആക്ഷൻ്റെ ആ ഒരു ടെക്നിക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ. സോ അതിനുശേഷം പ്രൈസ് അങ്ങോട്ട് പോയി, തിരിച്ച് കയറിപ്പോയി, മനസ്സിലായോ. അപ്പം ഇൻക്രീസ്ഡ് വോളിയം വരുന്ന ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ഔട്ട് ഇമീഡിയറ്റ്ലി. ഇത് സ്കാൽപ്പിംഗ് ആണ്, ബിക്കോസ് എക്സ്ട്രീം വോളറ്റൈൽ സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഇവിടെ നിന്ന് ഇനി പ്രൈസ് താഴോട്ട് പോകും, ഇവിടെ ഇരുന്ന് പ്രീമിയം എല്ലാം പോയി പ്രീമിയം ഡിക്കേ വന്ന് ആ പാടെ നമ്മൾ പെട്ടുപോകും, മനസ്സിലായോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ
എക്സിറ്റ് ആകുന്ന ചെറിയ ചെറിയ ട്രേഡ്, നമുക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, ചുമ്മാ ചെറിയൊരു സ്പൂണിൽ ചെറിയ വെള്ളം കോരി എടുക്കുന്ന പോലെ അത്ര കാര്യമുള്ളൂ. സോ ഇങ്ങനെ നോക്കുമ്പോഴത്തേനും അതിൻ്റെ ആക്ടിവിറ്റി ഉണ്ടോ. സോ ദിസ് ഓൺ യു ഇഗ്നോർ. നമുക്ക് ഇത് വേറെ ട്രേഡിൽ ഞാൻ കാണിച്ചു തരാം, വേറെ സെറ്റപ്പ് വരുമ്പോൾ കാണിച്ചു തരാം. സോ നെക്സ്റ്റ്, ഇനി ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോഴാണ് അടുത്ത 3 ക്യാൻഡിൽ വരുന്നത്. ഇതിന് എബവ് ട്രേഡ് ചെയ്യുമ്പോഴാണ് അടുത്ത 3 ക്യാൻഡിൽ വരുന്നത്. അന്നത്തെ ദിവസം, ബിക്കോസ് ഈ ലോയും ഹൈയും മാത്രം നോക്കിയാൽ മതി. ഇനി ഈ ലോയും ഹൈയും അന്നത്തെ ദിവസം 3 ക്യാൻഡിൽ അതിൻ്റെ ഇടയ്ക്ക് വന്നോ. സോ നമ്മൾ ഇത്രയും ട്രേഡിൽ നിന്നും ഔട്ടായി. അതിൻ്റെ അവിടെ ഔട്ടായത് വളരെ നല്ല കാര്യമല്ലേ, ബിക്കോസ് ഇതിനകത്ത് റേഞ്ച് ചെയ്ത് ഇതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ഇവിടെ അറിയത്തില്ല. എക്സ്ട്രീം വോളറ്റൈൽ സിറ്റുവേഷൻ, നമ്മൾ ഔട്ട്, ഫിനിഷ്, നമ്മൾ ഒരു ട്രേഡും ഇല്ല, 2 ഓപ്പർച്യൂണിറ്റി കിട്ടി. സോ നൗ ഇനി നമ്മൾ നോക്കുന്ന അടുത്ത ദിവസം മാർക്കറ്റ് വന്നു കഴിയുമ്പോഴത്തേനും മാർക്കറ്റ് ഒരു വി ഷേപ്ഡ് റിയാക്ഷൻ വരുവാണ്. ഇങ്ങനെ വന്നു. ഇതിൻ്റെ ആ മൂവ്മെൻറ്റ് ജസ്റ്റ് നോക്കിയാൽ മതി. അതിനുശേഷം പ്രൈസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് 3 ക്യാൻഡിൽ വരുന്നു. ഡോണ്ട് ജമ്പ് ഇൻ ടു ദ തിങ്, അണ്ടർസ്റ്റാൻഡ്? ബിക്കോസ് ഇവിടെ എന്താണ് സംഭവിച്ചേക്കുന്നത്, ഇവിടെ ഒരു വി ഷേപ്ഡ് റിയാക്ഷൻ വന്നിരിക്കുക, ഒരു സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. സോ നമ്മളെ സംബന്ധിച്ച് ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോഴാണ് നെക്സ്റ്റ് 3 ക്യാൻഡിൽ സെറ്റപ്പ് വരുന്നത്. സോ 3 ക്യാൻഡിൽ സെറ്റപ്പ് വരുമ്പോൾ 1 2 3 റൈറ്റ്, 1 2 3 വന്നു. സോ റൈറ്റ്, ഇത് 1 2 3 4th ക്യാൻഡിൽ അതിന് ബോട്ടം വന്നോ? ഇല്ല. ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിലാണോ വന്നിരിക്കുന്നത്? അതെ. വോളിയം ബേസിസിൽ ഈ സംഭവത്തിൻ്റെ താഴെ പ്രൈസ് ട്രേഡ് ചെയ്തോ? ഇല്ല. സോ വൈ ഡു യു വാണ്ട് ടു ഗെറ്റ് ഇൻ ടു? അണ്ടർസ്റ്റുഡ്? ഫിനിഷ്, സിമ്പിൾ. നൗ ഇതിന് ശേഷം 1-2 കാര്യം പറയാൻ മറന്നുപോയി, അതുകൂടെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് പ്രൈസ് എപ്പോഴും നമ്മൾ ലിമിറ്റ് ഓർഡറിൽ വേണം ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ കാര്യങ്ങളെപ്പറ്റിയും കൂടെ സംസാരിക്കാം. വീണ്ടും ഈ ഒരു പുതിയ സോൺ ക്രിയേറ്റ് ചെയ്തു, അതിന് ബോട്ടം പ്രൈസ് റെഡി ചെയ്തു. സോ 1 2 3 3rd ക്യാൻഡിൽ, റൈറ്റ്. 3rd ക്യാൻഡിൽ ഇവിടെ പ്രൈസ് വരുന്നു. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഈ സോൺ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ എങ്ങും ഒരു സോണും ഇല്ല. അപ്പോൾ ഇവിടം വരെ നമ്മൾ എത്തിയിട്ടുള്ളൂ, ഇവിടം വരെ എത്തിയിട്ടുള്ളൂ. ഓൾ റൈറ്റ്. ഇവിടം വരെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പ്രൈസ് എന്ത് ചെയ്തു? ഇവിടെ 4th ക്യാൻഡിൽ അതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തു. ഇല്ല. ഇൻക്രീസ്ഡ് വോളിയം ഉണ്ട്. ഇൻക്രീസ്ഡ് വോളിയം ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് 4th ക്യാൻഡിൽ ഇറങ്ങി വന്നോ? ഇല്ല. 5th ക്യാൻഡിലാണ് വരുന്നത്. ഇറ്റ് ഈസ് ഓഫ് നോ യൂസ് ഫോർ അസ്. അണ്ടർസ്റ്റുഡ്? ഫിനിഷ്, ഇഗ്നോർ ദ സെറ്റപ്പ്. ബിക്കോസ് ആ ഒരു തോട്ട് പ്രോസസ്സും ആ ഒരു ചിന്താഗതിയാണ് നമ്മൾ ഇതിനകത്തോട്ട് ആപ്ലിക്കബിൾ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അല്ലാതെ നമ്മൾ ചുമ്മാതെ ട്രേഡ് ചെയ്യല്ല. എന്തോരം ട്രേഡ് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിനെ പേഷ്യൻസോടുകൂടി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഒരു വിന്നിങ് ആകാൻ പറ്റുള്ളൂ. ഇഫ് യു ക്യാൻ എക്സിക്യൂട്ട് 10 ട്രേഡ്സ് ഒരു കൺസിസ്റ്റൻസിയോടുകൂടി 10 ട്രേഡ് നമ്മൾ വളരെ ക്ഷമയോടുകൂടി ഈ ഒരു പ്രോസസ്സ് ഫോക്കസ് ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ എക്സലൻ്റ് ആണെന്ന് ഞാൻ പറയും. ബിക്കോസ് ആ ഒരൊറ്റ ഫോക്കസിലാണ്. യു ആർ ഫോളോയിങ് എ മെക്കാനിക്കൽ സ്ട്രാറ്റജി, ഡൂയിങ് ദ സെയിം തിങ് എഗെയിൻ ആൻഡ് എഗെയിൻ. നമ്മൾ വേറെ ഒന്നും ചാട്ടി കാണുന്നില്ല. ഇവിടെ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും വൈ ടു വറി അബൌട്ട് ഇറ്റ്? ഇറ്റ്സ് നോട്ട് അവർ കപ്പ് ഓഫ് ടീ, അല്ലേ? നമുക്ക് ഒരാൾ ചായ തന്നേച്ച് നമ്മുടെ ചായ നമ്മുടെ മുന്നിൽ നിന്ന് തന്നിച്ചെടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെയല്ലേ ട്രേഡ് ചെയ്യും. ഒരു തമാശ പറഞ്ഞതേ. അപ്പോൾ നമ്മുടെ ചായ നമ്മൾ കളയാതെ നോക്കുക, അത്രേ ഉള്ളൂ, സിമ്പിള്. ഓക്കെ. നൗ ഇനി നമ്മൾ നോക്കുന്നത്, നിങ്ങൾ ഇടയ്ക്ക് ഉറങ്ങിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് തമാശ പറഞ്ഞതുള്ളൂ കേട്ടോ. സോ നൗ ഇനി നമ്മൾ നോക്കുന്നത് അടുത്ത ട്രേഡ് സെറ്റപ്പ് വരാൻ വേണ്ടിയിട്ട്. സോ ഒരു സോൺ പോലെ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, ഇല്ലേ? ഇവിടെയും ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ബോട്ടം അല്ലെങ്കിൽ ഇതിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യട്ടെ. അന്നേരം നമുക്ക് നോക്കാം. ഇവിടെ ട്രേഡ് ചെയ്ത് ഇതിനകത്ത് നമുക്ക് ട്രേഡ് ചെയ്ത് കയറണോ? വേണ്ട. ബിക്കോസ് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ലിക്വിഡിറ്റി? മറന്നുപോയോ? വാട്ട് ഈസ് ലിക്വിഡിറ്റി? ലിക്വിഡിറ്റി ലൈസ് ഇൻ ദ ലോസ് ആൻഡ് ഹൈസ്, അല്ലേ? ഹൈസ് ആൻഡ് ലോസിലാണ് ലിക്വിഡിറ്റി ഇരിക്കുന്നത്. സോ ആത്യന്തികമായിട്ടുള്ള പ്രൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത് തന്നെ 3 ക്യാൻഡിൽ ഈസ് ട്രേഡിംഗ്, ഇറ്റ് വിൽ റിവേഴ്സ് ആൻഡ് ടേക്ക് ദ ലിക്വിഡിറ്റി, കം ബാക്ക് അഗെയിൻ റിവേഴ്സ് ആൻഡ് ടേക്ക് ദ ലിക്വിഡിറ്റി ആൻഡ് യു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ലിറ്റിൽ മൂവ്മെൻറ്റ്. അണ്ടർസ്റ്റുഡ്? മനസ്സിലായോ? ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. സോ നമ്മൾ റേഞ്ച് ഇവിടെ കണ്ടുപിടിക്കും. ദിസ് ഈസ് എ റേഞ്ച് ആൻഡ് ദിസ് ഈസ് എ റേഞ്ച്. സോ പ്രൈസ് ഇതിനകത്ത് എത്രമാത്രം 3 ക്യാൻഡിൽ സെറ്റപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ് ഇസ് നോട്ട് അവർ കപ്പ് ഓഫ് ടീ. എഗെയിൻ ആ ചായക്കപ്പ് തന്നെച്ചാൽ ആ കപ്പ് അവർ എടുത്തുകൊണ്ട് പോകും. മനസ്സിലായി? അതിന് പകരം നമ്മളത് എടുക്കാതിരിക്കുന്നതല്ലേ. സോ അതാണ് ഇതിൻ്റെ കാര്യം. അപ്പം നെക്സ്റ്റ്, ഇനി അടുത്ത എന്താണ്? ഇതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്തു. 3 ക്യാൻഡിൽ വരുന്നുണ്ടോ? ഇല്ല. റൈറ്റ്. അപ്പോൾ ഇവിടെ പുതിയ ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ഇങ്ങനെ വരുന്ന മൂവ്മെൻറ്റിനകത്ത് ആക്ച്വലി നമുക്ക് ഇവിടെ ഒരു സോണുണ്ട്. സോ പ്രൈസ് മോസ്റ്റ് പ്രോബബിളി ഇവിടെ നിന്ന് കയറി ഇത് ടാർഗറ്റ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. റൈറ്റ് അല്ലേ? അപ്പം ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പം നമ്മൾ ഇതിനകത്ത് കയറുന്ന സേഫ് അല്ല. ഈവൻ ദെൻ നമ്മളിവിടെ 1 ക്യാൻഡിൽ 2 ക്യാൻഡിൽ 3 ക്യാൻഡിൽ 4th ക്യാൻഡിൽ സ്വീപ്പ് ചെയ്യുന്നുണ്ട്, ടാർഗറ്റ് കിട്ടുന്നുണ്ട്. ബട്ട് ഐ എം നോട്ട് മാർക്കിംഗ് ഇറ്റ് ബിക്കോസ് ഇത് നമ്മളുടെ ട്രേഡ് സെറ്റപ്പിനകത്ത് ക്വാളിഫൈ ചെയ്യുന്ന സംഭവമല്ല. ഈ ചെറിയ റേഞ്ചിനകത്ത് മേ ബി ഇവിടെ ഒരു ലോട്ട് ഓഫ് പീപ്പിൾ ആർ ദെയർ, റൈറ്റ്? അവർ ലിക്വിഡിറ്റി. സോ ഇത് വന്ന് സ്വീപ്പ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അതിൻ്റെ ഒപ്പം വരെ എത്തിക്കഴിഞ്ഞു. കണ്ടോ പ്രൈസ്? ഇതുണ്ടോ?
അതിൻ്റെ ഒപ്പം എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഒരു സ്വീപ്പും കൂടെ വരാൻ വേണ്ടിയിട്ട് വലിയ ചാൻസ് ഒന്നും വേണ്ട. സോ അങ്ങനെയുള്ള ഏരിയയിൽ നമ്മൾ കയറി എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. സോ നോ നെക്സ്റ്റ് ഇനി ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യട്ടെ. അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ വീണ്ടും അടുത്ത സെറ്റപ്പിന് നോക്കുവാണ്. ഓൾ റൈറ്റ്. അപ്പോൾ നമ്മൾ എന്ത് സംഭവിച്ചു? ഈ ഒരു വന്നിരിക്കുന്ന ലോ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ, ഫോർത്ത് ക്യാൻഡിൽ ഈവൻ സെയിം ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻക്രീസ്ഡ് വോളിയം കിട്ടുന്നുണ്ടോ? ഈ ഫസ്റ്റ് 2 ക്യാൻഡിലല്ല, ലാസ്റ്റ് 2 ക്യാൻഡിലിന്, തേർഡ് ക്യാൻഡിലിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല അല്ലേ. സോ ആ ഒരു വോളിയം കൺഫർമേഷൻ നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ഇവിടെ നമുക്കിവിടെ ടാർഗറ്റ് വരുന്നുണ്ട്. ഐ എം നോട്ട് മാർക്കിംഗ് ഇറ്റ്, ലീവ് ഇറ്റ്, റൈറ്റ്. ഇനി ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ നമ്പർ ഓഫ് ക്യാൻഡിൽ സ്റ്റിക്സ് ഉണ്ടോ? 1 2 3. ഇതെല്ലാം ഈ ഓരോ ക്യാൻഡിൽ സ്റ്റിക്കും ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ഒരു 150 പേരാണെന്ന് കൂട്ടുക. ഓക്കെ. അപ്പോൾ അല്ലെങ്കിൽ ഒരു 200 പേരാണ്. 200, 400, 600, 800, 900, 10, 12,500 പേര് ഇവിടെ ഉണ്ട്. മനസ്സിലായോ? പീപ്പിൾ, ലുക്ക് അറ്റ് ദ പീപ്പിൾ. പ്രോ എൻട്രി ട്രേഡിംഗ് സെറ്റപ്പിനകത്ത് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വേർ ഇസ് ദ ലിക്വിഡിറ്റി, വേർ ഡു വി ജനറേറ്റ് ദ മണി? അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവനും. അണ്ടർസ്റ്റുഡ്? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ when people are participating, we will not be standing in the product creation leg. It is creating a product, right? ഈ സ്ട്രക്ചർ കാണുമ്പോൾ എന്താ മനസ്സിലായി? ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ പ്രോഡക്റ്റ്. വി വിൽ നോട്ട് ബി സ്റ്റാൻഡിങ് ഇൻ ദ പ്രോഡക്റ്റ് ക്രിയേഷൻ ലെഗ്. അപ്പോൾ പ്രോഡക്റ്റ് ക്രിയേഷൻ ലെഗ് ആണെന്ന് എങ്ങനെ അറിയുന്നത്? ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ ഇങ്ങനെ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ പ്രോഡക്റ്റ്. അണ്ടർസ്റ്റുഡ്? അണ്ടർസ്റ്റുഡ്? ഇറ്റ്സ് എ പ്രോഡക്റ്റ് ക്രിയേഷൻ. 1 2 3 ക്യാൻഡിൽ പ്രിൻറ്റ് ചെയ്യുമ്പോഴത്തേനും വെയിറ്റ്, നമുക്കതിന് തിരക്ക് പിടിക്കുന്നതിനാണ്. സോ നെക്സ്റ്റ് ക്യാൻഡിൽ വന്നു കഴിയുമ്പോഴത്തേനും എന്ത് സംഭവിച്ചു? നെക്സ്റ്റ് ക്യാൻഡിൽ ഇനി ഇവിടെ വരുന്നത് നമ്മുടെ റേഞ്ച് ഇതാണ് വരുന്നത് അല്ലേ. സോ ഇനി ഇതിനകത്ത് ബ്രേക്ക് ഔട്ട് നടക്കുമ്പോഴാണ് അടുത്ത 3 ക്യാൻഡിൽ ട്രേഡ് സെറ്റപ്പിലേക്ക് വരുന്നത് എന്ന് പറയുന്നത്. സോ വെയിറ്റ്. ഇവിടെ എന്ത് വരുന്നു? ഇത് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം 1 ക്യാൻഡിൽ, 2 ക്യാൻഡിൽ സ്വീപ്പ് നടക്കുന്നു. ഒന്നും നടക്കുന്നില്ല. സമയം 15 മണി, 3 മണി. ഓക്കെ. അപ്പം ഇവിടെ 3 മണി ആയപ്പോഴത്തേനും നമ്മൾ ക്ലോസ് ദ ട്രേഡ്, ഫിനിഷ്. പിന്നെ നമുക്കൊന്നും വേണ്ട ട്രേഡ്. സോ എക്സ്ട്രീം സെറ്റപ്പിൽ പോലും നമുക്ക് കുറേ കാര്യങ്ങൾ നടന്നു. സോ ഇനി അടുത്തത് താഴോട്ട് വരുന്നുകൊണ്ടിരിക്കുക, അടുത്ത് പിന്നെ ഒന്നും കൂടെ വന്നുകൊണ്ടിരിക്കുക. സോ വീണ്ടും ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഒരു ഹൈയും ക്രിയേറ്റ് ചെയ്തു, ഒരു ലോയും ക്രിയേറ്റ് ചെയ്തു, റൈറ്റ്. എൻട്രി സെനാരിയോ 3 ക്യാൻഡിൽ ഈസ് കമ്മിങ്, റൈറ്റ്. ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിൽ വരുന്നുണ്ട്. സോ നമ്മളെ സംബന്ധിച്ച് ഇനി എന്ത് ചെയ്യണം? ഈ സെറ്റപ്പിനകത്ത് 3 ക്യാൻഡിൽ വീണ്ടും ഫോം ചെയ്യണം. വൺ ആഫ്റ്റർ അനദർ വീണ്ടും ഫോം ചെയ്യണം. അപ്പം മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ. ബിക്കോസ് എന്തുകൊണ്ടാണ്? ഇത് നമ്മുടെ ഈ സോൺ സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തേർഡ് ക്യാൻഡിൽ. അപ്പോൾ നമുക്ക് എൻട്രി എടുക്കാം ഇവിടെ ആക്ച്വലി. സോ ദിസ് ഈസ് സോൺ സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവിടെ സോൺ സ്വീപ്പ് ചെയ്യുന്ന 4th ക്യാൻഡിൽ ഇവിടെ വരുന്നുണ്ട്, ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിൽ. സോ നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് സോ ഇത് ഫെയിലായെന്ന് നോക്കട്ടെ. അതായത് ഈ ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ, 4th ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നു. ടെറിബിളി ഫെയിൽഡ്, റൈറ്റ്. അവിടെ വന്നു വെച്ചാൽ അത് ടെറിബിളായിട്ട് ഫെയിൽ ചെയ്തു. പക്ഷേ ഇവിടെ നമുക്ക് വോളിയം കൺഫർമേഷൻ കിട്ടുന്നുണ്ട്. സോ എല്ലാം 100% നമുക്ക് കിട്ടത്തില്ല, റൈറ്റ്. ഫെയിൽഡ്, റൈറ്റ്. 100% അക്യുറസിയിൽ നമുക്കൊന്നും കിട്ടത്തില്ല. നമുക്ക് അങ്ങനെ ഒരു സെറ്റപ്പ് ഒരിക്കലും ആരും ചിന്തിക്കരുത് കേട്ടോ. അങ്ങനെ ലോകത്തിലൊരു സ്ട്രാറ്റജി ഇല്ല. സോ നമ്മളുടെ റേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്, റൈറ്റ്. ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നു. അപ്പം സോൺ സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ്, എക്സലൻറ്റ് സെറ്റപ്പ്, റൈറ്റ്. ഇവിടെ നമ്മൾ വീണ്ടും കയറുന്നു. സോ നമ്മൾ ഇവിടെ കയറുന്നു. ഈ ക്യാൻഡിലിൻ്റെ, അതായത് തേർഡ് ക്യാൻഡിലിൻ്റെ ബോട്ടമാണ് നമ്മൾ കയറുന്നത് അല്ലേ. ഇവിടെ സോറി 1 2 3 ക്യാൻഡിൽ വരുമ്പോൾ നമ്മളുടെ സോൺ സ്വീപ്പ് ചെയ്യുന്ന ഏരിയയിൽ, ഈ അറ്റ്ലീസ്റ്റ് ഈ ബോഡി പോർഷന് സ്വീപ്പ് ചെയ്യുന്ന ഏരിയയിൽ ഈ ക്യാൻഡിൽ സ്റ്റിക്ക് എല്ലാം ക്ലോസ് ചെയ്ത് വൺ ആഫ്റ്റർ അനദർ വരുമ്പോഴാണ് നമ്മൾ എൻട്രിയിലേക്ക് കയറുന്നത്. സോ നമ്മളുടെ എൻട്രി മോസ്റ്റ് പ്രോബബ്ലി ഇവിടെ ആയിരിക്കും, ഈ സോണിൻ്റെ സ്വീപ്പിംഗ് ആയിരിക്കും അല്ലേ. ഇവിടെ വെച്ച് നമുക്ക് കയറാൻ പറ്റും. സോ ഇവിടെ വെച്ച് കയറി കഴിഞ്ഞാൽ ബോത്ത് സൈഡ് ഇത് വരുന്നുണ്ട്, മനസ്സിലായോ? ഇവൻ അതും ഫെയിലായി, ടെറിബിൾ ഫെയിലിയർ. സോ നെക്സ്റ്റ് ഈ ഒരു സോൺ, ഇനി അടുത്തത് ഇവിടെ ഇതിന് ബോട്ടം വരണം. ഇതാണ് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. സോ ഇതിന് ബോട്ടം പ്രൈസ് വരുമ്പോഴത്തേനുമാണ് അടുത്ത നോക്കുന്നത്. സോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും റേഞ്ച് ചെയ്തു വീണ്ടും 1 2 3 അല്ലേ. 1 2 3 വരുന്നുണ്ട്. പക്ഷേ പ്രൈസ് മൂവ്മെൻറ്റ് 50 പോയിൻറ്റേലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. എത്രയെങ്കിലും വരണം. 38 പോയിൻ്റേ ഉള്ളൂ.
സോ അറൗണ്ട് 50 പോയിന്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 50 പോയിന്റിൻ്റെ അടുത്ത് വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ 1 2 3 എന്ന് പറഞ്ഞ് ഇവിടെ ഈ ഒരു ക്യാൻഡിൽ വരും നോക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് നോക്കുക, ഇൻക്രീസ്ഡ് വോളിയം ലാസ്റ്റ് 2 ക്യാൻഡിൽ കണ്ടോ, ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിൽ വന്നാക്കുന്നുണ്ടോ, ആ വോളിയം ക്യാൻഡിലിൻ്റെ സോ ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ കോൺഫ്ലുവൻസും കൂടെ ആയി. സോ വി വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു ദ ട്രേഡ്, റൈറ്റ്. ഇതിൻ്റെ ഇവിടെ വെച്ച് കൂട്ടിക്കും. ഇവിടെ വെച്ചിട്ട് ഈ മൂന്നാമത്തെ ക്യാൻഡിൽ കാണുമ്പോഴാണെങ്കിൽ പോലും ഈ ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിൽ കിട്ടുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഇവിടെ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് വരുന്നുണ്ട് അല്ലേ. വൺ ആഫ്റ്റർ അനദർ ആണ് ക്ലോസ് ചെയ്യുന്നെങ്കിലും പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ടാർഗറ്റ്, റൈറ്റ്. ഇനി നമ്മളെ സംബന്ധിച്ച് ഇതാണ് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. സോ ഇനി അത് ബ്രേക്ക് ഔട്ട് ചെയ്യണം. സോ അത് പോയി കിട്ടി. സോ നൗ എത്ര ദിവസം നമ്മളിതിപ്പം ചെയ്തു? സോ നമ്മളിവിടെ ഒരെണ്ണം വിട്ടുപോയോ? ഇവിടെ ഈ ഒരു ദിവസം നമ്മൾ വിട്ടുപോയി, അതുകൂടെ നമുക്ക് ചെയ്തേക്കാം. ഓക്കെ, ഇവിടെ നിന്ന് പ്രൈസ് ആയിട്ട് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നോക്കുന്നു 1 2 3. 1 2 3 ഇല്ല, ഇവിടെ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് 1 2 3. ഇതിന് ബോട്ടം പ്രൈസ് വരുന്നില്ല. ഇല്ല, നമ്മളിവിടെ നമുക്ക് എൻട്രി ഇല്ലാത്തതായിരുന്നു. ശരിയാണ്, നമ്മൾ അതിന് ശേഷം എൻട്രി ഇല്ലാതെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോയ ഏരിയ ഇത്. ഓൾറൈറ്റ്, ഇവിടെ ഒന്നും എൻട്രി ഇല്ലാത്ത. സോ 1 2 3 ഇതിന് പ്രൈസ് മൂവ്മെൻറ്റ് വരുന്നില്ല അല്ലേ. പ്രൈസ് 1 2 3 ഇതിനകത്ത് തന്നെ അടുത്തടുത്തടുത്ത് മൂന്നും ക്ലോസ് ചെയ്ത് പോവുക. അങ്ങനത്തെ ക്യാൻഡിൽസ് ഇങ്ങനത്തെ ക്യാൻഡിൽസ് നമുക്ക് വേണ്ടത്. മോസ്റ്റ്ലി ഇങ്ങനത്തെയാണ് ഇപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ അങ്ങനെ നോക്കി അത് പോയി. സോ നമുക്കിവിടെ എത്ര എണ്ണം ഉണ്ട്? ഫെയിൽഡാണ് കൂടുതലെന്ന് തോന്നുന്നു. സോ നമ്പർ 1 2 3 ഫെയിൽഡ് എല്ലാം കൂടെ ഇനി നോക്കാം. 3 4 5 എണ്ണം ഫെയിൽ. ടാർഗറ്റ് 1 2 3 4 4 ടാർഗറ്റ്. സോ ഈ പ്രാവശ്യം നമ്മൾ നഷ്ടത്തിലാണ്. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഫെയിൽഡ് ട്രേഡ്സ് ഈസ് ഈക്വൽ ടു 5 ടാർഗറ്റ് 4. സോ വെരി പുവർ റേഷ്യോ ആണ് ഇന്നത്തേത്. അപ്പം ഇത്രയും ദിവസം ചെയ്തിട്ട് അത്രയാണ് കിട്ടിയേക്കുന്നത്. സോ ഇനി നമ്മൾ നോക്കുന്നത് നമ്മൾ ഈ ട്രേഡ്സ് എല്ലാം 1 ട്രേഡ് വെച്ച് എടുത്തെന്ന് വിചാരിച്ചു. എൻഡ് ഓഫ് ദ ഡേ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. എൻഡ് ഓഫ് ദ ഡേ അപ്പോൾ നമ്മൾ എത്ര എക്സ്ട്രീം സിറ്റുവേഷൻസിൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. 1 2 എത്ര ദിവസത്തെയാണ്? 2 3 ഡേയ്സ് കൺസിക്യൂട്ടീവ്. 4 ഡേയ്സ് നമ്മൾ നോക്കുമ്പോൾ ഒരു ഡേയ്സിൽ നമുക്ക് ട്രേഡ് കിട്ടുന്നില്ല. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേയിൽ നമ്മൾ ഈ ഒരു ട്രേഡ് എടുത്തു അല്ലേ. ഈ ട്രേഡ് എടുത്ത് തന്നെയാണ് ഇത് ബൈ ട്രേഡാണ് എടുത്തത് അല്ലേ. അപ്പം ബൈ ട്രേഡ് എടുക്കുമ്പം സോ നമ്മൾ ഈ ഒരു ട്രേഡിൽ നമ്മൾ നോക്കുകയാണ്. നമ്മൾ ഈ എത്ര ട്രേഡ് എടുത്തു? 4 ട്രേഡ് എടുത്തു. 4 ലോട്ട് നമ്മൾ മൊത്തം എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇത് ബൈ ട്രേഡാണ് എടുത്തത്. നമ്മൾ പൊസിഷൻ ക്ലോസ് ചെയ്യുന്നില്ല, ബട്ട് വി വിൽ ബി ക്ലോസിങ് ദ പൊസിഷൻ അറ്റ് 3 o'clock അല്ലെ 3:20 3:10 ഒക്കെ ആകുമ്പോൾ. അപ്പോൾ ഈ ഒരു ഏരിയ വരുമ്പോഴാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഇത് ബൈ പൊസിഷൻ എടുത്തു. ഇവിടെ നിന്ന് എത്ര പോയിന്റ് വന്നു? ഇവിടം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 343 പോയിന്റ് ഒരു ട്രേഡ് നമുക്ക് വന്നു അല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പ്ലസ് 343 റൈറ്റ്. സെക്കൻഡ് ട്രേഡ് ഇത് ഫെയിൽ. അപ്പോൾ നമ്മളത് ഹോൾഡ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് നമുക്ക് ഇവിടം വരെ വരുന്ന സമയത്ത് ഇവിടെയാണ് 320 എന്ന് പറയുന്നത്, 431 പോയിന്റ്. ബിക്കോസ് നമ്മളിത് ബൈ പൊസിഷൻ എടുത്തിരിക്കുന്നത്. ഓൾ റൈറ്റ്, പ്ലസ് 431. ഇനി ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും എന്താണ് ചെയ്തിരിക്കുന്നത്? ഫെയിൽഡ്. സോ നമ്മൾ ഇവിടുന്ന് വീണ്ടും ബൈ പൊസിഷൻ എടുത്തിരിക്കുന്നത് അല്ലേ. ഇവിടം വരെ വരുമ്പോഴത്തേനും 115 പോയിന്റ് പ്ലസ് 115 പോയിന്റ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ എന്താണ് എടുത്തിരിക്കുന്നത്? സെൽ പൊസിഷൻ എടുത്തിരിക്കുന്നത് അല്ലേ. ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്, താഴോട്ട് വന്നേക്കുന്നത്. അപ്പോൾ സെൽ പൊസിഷൻ ഇവിടുന്ന് എടുക്കുമ്പോഴത്തേനും മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഈ ഒരു ഏരിയയിൽ അല്ലേ. അപ്പോൾ നമുക്ക് ഒരു -27 ഒരു -30 പോയിന്റ് കൂട്ടിക്കും. അപ്പോൾ അവിടെ നമുക്കൊരു നഷ്ടം വന്നു -30. അപ്പോൾ ഈ 4 ട്രേഡിൻ്റെ കണക്കാണിത്. ഇനി ഇത് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിപ്പം ഇതും ക്ലോസ് ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ ഇത് എടുത്തിരിക്കുന്നത് ടാർഗറ്റാണ്, ബൈ പൊസിഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് ക്ലോസ് ചെയ്യുമ്പോഴത്തേന് എത്ര പോയിന്റ് വരുന്നുണ്ട്? -51 പോയിന്റോളം ഇവിടെ വരുന്നുണ്ട്. ക്ലോസ് ചെയ്യുന്നില്ല, -51. ഇനി നെക്സ്റ്റ് ഇവിടെ നിന്ന് എന്താണ് എടുത്തിരിക്കുന്നത്? ടാർഗറ്റാണ് 51. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ ഏകദേശം ഇതൊരു -15 പോയിന്റോളം വരുന്നുണ്ട്. -15. ഓക്കെ, നൗ അടുത്തത് ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പം
ഇത് നമ്മൾ ബൈ പൊസിഷനാണ് അല്ലേ, മാർക്കറ്റ് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ലോസിലാണ്. അപ്പം ഒരു ലോസ് എത്രയാണെന്നത് -81, ഇവിടം വരെ വരുമ്പോഴത്തേനും -81 പോയിന്റ് വരുന്നുണ്ട്. ഈ ട്രേഡിൻ്റേതും ഇവിടം വരെ വരുമ്പോഴത്തേനും -81. ഈ ട്രേഡ് നമുക്ക് ചെറിയ പ്രോഫിറ്റിലാണ് അല്ലേ. അപ്പോൾ 2 -81 ഇത് എത്രയാണ്, പ്ലസ് 25 കൂട്ടിക്കോ. അപ്പോൾ -81 പ്ലസ് 20. അപ്പം 5 4 9 അല്ലേ, 3 3 6 3 9 ട്രേഡായി. ഓൾറൈറ്റ്. അപ്പം 2 എക്സ്ട്രീം സിറ്റുവേഷനിൽ നമ്മൾ എടുത്തിരിക്കുന്നത്, ഒരെണ്ണം റേഞ്ച് ചെയ്തു, ഒരെണ്ണം ഹൈ വോളറ്റിലിറ്റി, ഒരെണ്ണം ഇത്. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത്രയും ട്രേഡ് ഉണ്ട്. അപ്പോൾ 5 4 9 ട്രേഡ് ചെയ്തു. ഇത് നമ്മൾ ക്ലോസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ക്ലോസ് ചെയ്യുന്നില്ലെങ്കിൽ ഇനി നമ്മൾ എന്താണ് നോക്കുന്നത്? അപ്പം നമ്മൾ ഈ ഓരോ ലോട്ട് വെച്ചിട്ട് 4 ദിവസവും നമ്മൾ ഇങ്ങനെ ട്രേഡ് എടുത്തു. എല്ലാ ദിവസവും നമ്മൾ 3:25 3:10 ആകുമ്പോഴത്തേനും നമ്മൾ ഇൻട്രാഡേ ട്രേഡ് എന്ന് സെലക്ട് ചെയ്യുമ്പോഴത്തേനും 3:10 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് സ്ക്വയർ ഓഫ് ചെയ്ത് പോയിക്കോളും. ഓക്കെ, അങ്ങനെ സ്ക്വയർ ഓഫ് ചെയ്ത് പോവുകയാണെങ്കിലും നമുക്ക് ഇത്രയും പോയിൻറ്റിൻ്റെ ഡിഫറൻസ് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പം ഇത്രയും പോയിൻ്റ് ഡിഫറൻസ് നമുക്ക് ഫേവറബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും 651 പോയിൻറ്റ് നമുക്ക് ടോട്ടൽ വരുന്നുണ്ട്. നെറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ഈ മൈനസ് ബ്രാക്കറ്റിൽ കിടക്കുന്നതെല്ലാം മൈനസാണ് നമുക്ക് വന്നിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഇത്രയും 651 പോയിൻറ്റിൻ്റെ നെറ്റ് വരുന്നുണ്ട്. ഈ 651 എന്ന് പറയുന്നത് ആക്ച്വലി 651 പോയിൻറ്റ് നമുക്ക് കിട്ടുമോ? ഇല്ല. ബിക്കോസ് ഒരു 1/3 ഇതിൻ്റെ 1/3 പ്രീമിയം അപ്രിസിയേഷൻ വരുള്ളൂ. അതായിരിക്കും നമ്മളുടെ പോയിൻ്റ് എന്ന് പറയുന്നത്, റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ 1/3 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/3 പകരം 1/4 കൂട്ടിക്കോ. ബൈ 1/4 എപ്പോഴും കൂട്ടുക. ബൈ 4 എന്ന് പറയുമ്പോൾ 162 പോയിൻറ്റ് പ്രീമിയത്തിൽ അപ്രിസിയേഷൻ വരുന്നുണ്ട്, റൈറ്റ്. പ്രീമിയത്തിൽ 162 പോയിൻറ്റ് വരുന്നുണ്ട്. ഈ 651 പോയിൻറ്റ് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പം പ്രീമിയത്തിൻ്റെ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. ബിക്കോസ് 30 പോയിൻറ്റ് മൂവ് ചെയ്യുമ്പം 10 പോയിൻറ്റ് വരുന്നുള്ളൂ പ്രീമിയത്തിനകത്ത് അപ്രിസിയേഷൻ. സംടൈംസ് ഇതിൽ ഇച്ചിരി കൂടെ കുറഞ്ഞു പോകും. സോ അങ്ങനെ കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് നമ്മളെ സംബന്ധിച്ച് നെറ്റ് ഗെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഈ 2 ദിവസത്തെ ഡേറ്റ വെച്ച് നോക്കുമ്പോൾ എത്രയുണ്ട്? 162 × 75 എന്ന് പറയുമ്പോഴത്തേനും 12,206 രൂപ വരുന്നുണ്ട്. അണ്ടർസ്റ്റുഡ്? സോ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു ഗോ ബാക്ക് ടു ദ ചാർട്ട്. ഓക്കെ, നമ്മുടെ സെറ്റപ്പ് ഇങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം സാമ്പിളിങ് എങ്ങനെയാണെന്ന് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ദിവസം കണ്ടിന്യൂസ്ലി ഈ ഒരു ആക്ടിവിറ്റി നമ്മളുടെ പ്രോപ്പറായിട്ടുള്ള സെറ്റപ്പിൽ നമ്മൾ വരുന്നത് ഫെയിലാവോ വിന്നാവോ എന്തെങ്കിലും ചെയ്യട്ടെ, നോ പ്രോബ്ലം. നമ്മളിത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഡേ 1 തൊട്ട് കുറേ പുറകോട്ട് പോവുക. എന്നിട്ട് നമ്മൾ 3-4 രീതിയിലുള്ള സെനാരിയോസ് എടുക്കണം. ഒന്ന്, എക്സ്ട്രീം വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റ് ഒരു 4-5 ദിവസം എടുക്കണം. ഒരു 8-10 ദിവസം എടുത്തു, ഒരു 10 ദിവസം എടുത്തു. 10 ദിവസം ഭയങ്കര എക്സ്ട്രീം വോളറ്റിലിറ്റി. അതുപോലെ തന്നെ വൺ സൈഡ് മാർക്കറ്റ് പോകുന്ന മൂവ്മെൻറ്റിലെല്ലാം നമുക്ക് ബൈയിങ് താഴോട്ട് വരുമ്പോൾ നമ്മൾ ബൈയിങ് അല്ലേ കയറുന്നത്. അപ്പോൾ വൺ സൈഡ് പോകുന്നതെല്ലാം, പക്ഷേ പ്രൊവൈഡഡ് ദാറ്റ് വി വിൽ ബി ക്ലോസിങ് ഔട്ട് ദ പൊസിഷൻ ഓൺ ദ സെയിം ഡേ. മനസ്സിലായോ? അപ്പം നിങ്ങളെല്ലാവരും ഹോംവർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മാർക്കറ്റിൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റി നമ്മളുടെ 3 ക്യാൻഡിലിനകത്ത് ഫെയിലാണോ വിന്നാണോ എന്നുള്ളത് നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ അതിനകത്ത് കെയർഫുള്ളായിട്ട് അനലൈസ് ചെയ്യേണ്ട കാര്യം, സോൺ വരുമ്പോൾ യു വിൽ നോട്ട് ബി ഗെറ്റിംഗ് ഇൻ ടു ദ ട്രേഡ്, നമ്പർ 1. നമ്പർ 2, സോൺ വരുമ്പോൾ ആ ഒരു ട്രേഡിംഗ് റേഞ്ച് കണ്ടതിന് ശേഷം അത് ബോട്ടം സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻക്രീസ്ഡ് വോളിയം കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ അതിനകത്ത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൂ. അങ്ങനെ എല്ലാ കൂട്ടം കാര്യങ്ങളും എഴുതി വെച്ചതിന് ശേഷം ഈ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചാർട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് ആദ്യം നോക്കേണ്ടത് 30 ദിവസത്തെ ട്രേഡിങ്ങിനകത്ത് നമ്മളിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സെറ്റപ്പ് പ്ലേ ഔട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് അക്യുറസി എത്ര ശതമാനമാണെന്ന് നോക്കുക. സോ അക്യുറസി എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? കാൽക്കുലേറ്റർ എടുക്കുക. ഓക്കെ, എന്നിട്ട് അക്യുറസി നോക്കുന്നത് ഇപ്പം മൊത്തം 15 ട്രേഡ് ചെയ്തു എന്ന് വിചാരിക്കുക. സോ നമ്മൾ ടോട്ടൽ 15 ട്രേഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മൾ അതിനകത്ത് എത്ര എണ്ണം വിൻ ചെയ്തു? ഇപ്പം 15 എണ്ണത്തിനകത്ത് 9 എണ്ണം വിൻ ചെയ്തെങ്കിൽ 9/15 എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 60 × 100 എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർസെൻറ്റേജ് കിട്ടും, 60% കിട്ടും, റൈറ്റ്. അപ്പോൾ എനിത്തിങ് എബവ് 60% ഈസ് ആൻ എക്സലൻറ്റ് റേഷ്യോ. 1:1 അല്ലേ നമ്മൾ, എങ്കിൽ നമ്മൾ പ്രോഫിറ്റിലായിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ 60% നമുക്ക് അക്യുറസി കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഈവൻ അതിന് മുകളിലോട്ട് അക്യുറസി പോവുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, ബിക്കോസ് യു ആർ ഫൈൻഡിങ് ആൻ എക്സലൻറ്റ് സെറ്റപ്പ്. നല്ല സെറ്റപ്പിൽ മാത്രം കയറിയാൽ മതി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേനും 30 ദിവസത്തിനകത്ത് ഫെയിലർ ആയതും ടാർഗറ്റ് കിട്ടിയതും ആയിട്ടുള്ള കംപ്ലീറ്റ് സെനാരിയോയിൽ നമ്മൾ ഇത് ട്രേഡ് കണ്ടുപിടിക്കുക. ഓൾറൈറ്റ്, അങ്ങനെ ട്രേഡ് കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നത്? ആ ട്രേഡിൻ്റെ അക്യുറസി നമ്മൾ നോക്കുക. എത്ര ട്രേഡ് നമുക്ക് വിന്നായി. ഫെയിൽ ആയിക്കൊണ്ടിരിക്കും, നോ പ്രോബ്ലം, ബിക്കോസ് ദിസ് ഈസ് എ ബിസിനസ്.
ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഏത് ബിസിനസ് ആണെങ്കിലും അതിന് ചിലവില്ലേ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വറി ചെയ്തുകൊണ്ടിരുന്ന കാര്യം നടക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ആ ഒരു ലോട്ടിലുള്ള ആക്ടിവിറ്റി മതി. വൺസ് യു ആർ ഫെമിലിയർ വിത്ത് വൺ ലോട്ട് യു ക്യാൻ ഡു ഇറ്റ് വിത്ത് 2 ലോട്ട്. ഇഫ് യു ആർ ഫെമിലിയർ വിത്ത് 2 ലോട്ട്, എക്സ്ട്രീംലി ടാലൻറ്റഡ്, ആ സമയത്ത് നിങ്ങളുടെ എക്സ്പെർട്ടൈസ് ബിൽഡപ്പ് ചെയ്തെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് വിത്ത് 4 ലോട്ട്സ്. വാട്ട് ഈസ് ദ പ്രോബ്ലം? ഹൂ ഈസ് സ്റ്റോപ്പിംഗ് യു? പൈസ ഒക്കെ അപ്പോഴത്തേനും വന്നോളും, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ഇറ്റ് വിൽ ബിൽഡപ്പ് ഗ്രാജുവലി, നോ പ്രോബ്ലം. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. സോ ഫസ്റ്റ് തിങ്, 30 ദിവസത്തെ ഡേറ്റയ്ക്കകത്ത് എക്സ്ട്രീം സിറ്റുവേഷൻസ് ഉള്ള മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റിക്കകത്തുള്ള നമ്മുടെ ഓപ്പർച്യൂണിറ്റി അതിനകത്തും കൺസിഡർ ചെയ്ത് 20 ദിവസം നോർമലി നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നതിനകത്തും ഇങ്ങനെ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ വൺ സൈഡ് പോകുന്ന മാർക്കറ്റ്, വൺ സൈഡ് മുകളിലേക്ക് പോകുന്നു, താഴോട്ട് പോകുന്നു, ഇങ്ങനെയുള്ളതിനകത്തെല്ലാം നമ്മൾ മാർക്കറ്റിൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് എബവ് 60% ആണോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഞാൻ കണ്ടുപിടിച്ചു എന്നിട്ട് ഞാനിത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് തരുമല്ല. ഇഫ് ഐ എം ടെലിംഗ് യു സംതിങ്, ഈ ഡയറക്ഷനോട്ട് പോകാൻ പറയുമ്പോൾ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത്, വൈ ഐ ഷുഡ് ഡു ദിസ് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കണം. അപ്പോഴാണ് ക്രിട്ടിക്കൽ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് വന്നു കഴിയുമ്പോഴത്തേനും അതിന് വേണ്ടിയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു സിമ്പിൾ സെനാരിയോ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ സെനാരിയോ ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ യു ക്യാൻ ഫൈൻഡ് എ നമ്പർ ഓഫ് തിങ്സ് ഇൻ ദ ചാർട്ട്. ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. യു അണ്ടർസ്റ്റുഡ്? ഇതാണ് ഇതിനകത്തെ കാര്യം. അപ്പം ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത്, നോർമലി നമുക്ക് ഫെയിൽഡ് ടാർജറ്റ്. ഓക്കെ, 30 ദിവസത്തെ ഡേറ്റയ്ക്കകത്ത് എത്ര ശതമാനം ട്രേഡ് അക്യുറസി വരുന്നുണ്ട്? നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. സപ്പോസ് നമ്മൾ ഇവിടെ ഒരു ട്രേഡ് എടുത്തു, നമ്മളത് ക്ലോസ് ചെയ്യുന്നില്ലെന്ന് വിചാരിക്കുക. 3 ക്യാൻഡിൽ സെറ്റപ്പ് കണ്ടു, എൻട്രി എൻറ്റേഡ്, വെയിറ്റ്, വി വിൽ ക്ലോസ് 310. ഓക്കെ, നൗ സെക്കൻഡ് 3 ക്യാൻഡിൽ കണ്ടു, വി വിൽ ക്ലോസ് 3. അപ്പോൾ എത്ര പോയിന്റ് നമുക്ക് അവിടെ ബൈയിങ് സെനാരിയോയിൽ നിന്നും ബൈയിങ് എത്ര വരുന്നുണ്ട്, എത്ര പോയിന്റ് നമുക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന മൂവ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് നോക്കുന്നു. അപ്പോൾ അതിനകത്ത് ടോട്ടൽ നമുക്കൊരു പോയിന്റ് കിട്ടും. ആ കിട്ടുന്ന പോയിന്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് നമ്മുടെ ആക്ച്വലി പ്രീമിയത്തിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ 600 പോയിന്റ് ഉണ്ടെങ്കിൽ 600 പോയിന്റ് നമ്മുടേതല്ല, ബിക്കോസ് പ്രീമിയം അത്ര വാസ്റ്റായിട്ട് മൂവ് ചെയ്യത്തില്ല. അപ്പം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 4.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലും കുഴപ്പമില്ല. സോ അപ്പോൾ അതിനകത്ത് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് മാർക്കറ്റ് ഏതെല്ലാം സൈഡിലോട്ട് പോയി കഴിഞ്ഞാലും നമുക്കത് പ്രോഫിറ്റബിൾ ആണോ അതോ ലോസ് ആണോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. സോ ഈ ഒരു ആക്ടിവിറ്റി ചുമ്മാ ഒന്ന് ഒരു ബാക്ക് ടെസ്റ്റിംഗ് സെനാരിയോ പോലെ ചെയ്ത് നോക്കുക മാർക്കറ്റിൽ. അങ്ങനെ ചെയ്ത് നോക്കി കഴിയുമ്പോഴാണ് നിങ്ങൾ ഓരോരുത്തരും ചാർട്ടുമായിട്ട് ഫെമിലറൈസ് ചെയ്യുന്നത്, മാർക്കറ്റുമായിട്ട് ഫെമിലറൈസ് ചെയ്യുന്നത്. ഒരു സിമ്പിൾ സെനാരിയോ തരുമ്പോൾ അതൊരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി അതിനെ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ എക്സ്ട്രാപ്പൊലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു ചെറിയൊരു ആക്ടിവിറ്റി ആയിട്ട് ഇത് കൂട്ടുക, മനസ്സിലായോ? അല്ലാതെ നമ്മൾ ഡയറക്റ്റ്ലി ജമ്പ് ചെയ്ത് മാർക്കറ്റിലോട്ട് ഓക്കെ 3 ക്യാൻഡിൽ സെറ്റപ്പ്, ഓക്കെ ഇന്ന് തൊട്ട് തുടങ്ങിയേക്കാന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്യാപിറ്റൽ എല്ലാം കൂടെ ഡിപ്ലോയ് ചെയ്തിട്ട് യു ആർ നോട്ട് ഗെറ്റിംഗ് എക്സ്പീരിയൻസ് അല്ലേ? ക്യാൻഡിൽ എന്താണ് ഫോം ചെയ്യുന്നത്, എവിടെയാണ് ഇതിനകത്ത് വരുന്നുണ്ടോ ഇല്ലയോ, ഇതൊന്നും അറിയത്തില്ല. സോ ഇതിങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേന് ഫെയിൽ ആണോ സക്സസ് ആണോ എന്ന് നോക്കുക. അപ്പം ഈ പർട്ടിക്കുലർ ഡേയിലെ 13 ഡിസംബർ 2024 ഇതിനകത്ത് നമ്മൾ റെഫറൻസ് കേസായിട്ട് ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് നോക്കുക. ഈ സെയിം ചാർട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ തന്നെ മാർക്ക് ചെയ്ത് നോക്കുക. ഈ ഫെയിലിംഗ് എൻട്രിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ, ടാർഗറ്റ് എൻട്രിയൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്നുണ്ടോ എന്നുള്ള ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതിനുശേഷം പുട്ട് യുവർ ഹാൻഡ്സ് ഇൻ ഇറ്റ് ആൻഡ് ഡു ദ ഹോം വർക്ക്. 2 ടൈപ്പ് ഓഫ് സെനാരിയോസിൽ നമ്മൾ നോക്കുക വിച്ച് ഈസ് മോർ ഫീസിബിൾ. നമ്മൾ ഒരു 3 ക്യാൻഡിൽ കണ്ടു, ഒരു ലോട്ട് അവിടെ ചെയ്തു, ഹോൾഡ് ചെയ്യുന്നു, ഇതാണോ ബെറ്റർ? ഓർ ഹോൾഡ് ചെയ്യാതെ തന്നെ അപ്പം നമ്മൾ 3:30 എനിത്തിങ് നമ്മൾ ആ 3:30 ആകുമ്പോഴത്തേനും നമ്മൾ ഈ ട്രേഡ് ക്ലോസ് ഔട്ട് ചെയ്തിരിക്കണം. ഇൻട്രാഡേ ട്രേഡാണിത്. അപ്പം പിറ്റേ ദിവസത്തിലേക്ക് വെക്കുന്ന ഒരു പ്രശ്നമില്ല, മനസ്സിലായോ? അപ്പം ഇതാണ് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓപ്ഷൻസിൻ്റെ പ്രീമിയത്തിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻട്രി ഓർഡർ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ യു ഹാവ് ടു പ്ലേസ് ഓൺലി ലിമിറ്റ് ഓർഡർ. ആ ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ 3 ക്യാൻഡിൽ അവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് അവിടെ എത്രയാണോ നടന്നിരിക്കുന്നത് അതിനെക്കാട്ടിലും 2 രൂപ താഴെ ആയിരിക്കണം നമ്മളുടെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പ്ലേസ് ചെയ്യേണ്ട പ്രൈസ് എന്ന് പറയുന്നത്. ഒരു 2 രൂപ 2.5 രൂപ അല്ലെങ്കിൽ ഒരു 3 രൂപ വരെ അതിൻ്റെ താഴെ എപ്പോഴും നമ്മളിപ്പോൾ 390 അവിടെ നിൽക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ 390-നെക്കാട്ടിലും ഒരു 3 രൂപ താഴെ ഇത് കൊടുക്കുക അല്ലേ, 387 രൂപ പ്ലേസ് ചെയ്യുക. ബൈ ഓർഡറാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ലിമിറ്റ് ഓർഡർ ടു എ ലിമിറ്റഡ് പ്രൈസ്, ഡിസ്കൗണ്ടഡ് പ്രൈസ്. ആ 3 രൂപ നടന്നോളും, ബിക്കോസ് അവിടുത്തെ മൊമെൻറ്റ് ആക്ടിവിറ്റി അതായിരിക്കും വരുന്നത്, മനസ്സിലായി? അതിനനുസരിച്ച് നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്ത് കുറച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ലേ പെട്ടെന്ന്. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. സോ അങ്ങനെ നമ്മൾ ഈ 2 ഡിസിപ്ലിനോട് കൂടി നമ്മൾ ഇതിനെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും ഈ ഒരു സെനാരിയോയ്ക്കകത്ത് നിങ്ങൾ കണ്ടുപിടിക്കുക വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ് ആണെങ്കിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക, ഇത് വർക്കൗട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് ഇന്ന റിസൾട്ടാണ് കിട്ടിയേക്കുന്നത്, അത് കൊള്ളാം കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും എങ്ങനെയാണ് ഇതെന്ന്. അതിനുശേഷം നമുക്ക് അടുത്ത ട്രേഡിംഗ് സെറ്റപ്പ് പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്മകൾ വരട്ടെ. കമൻറ്റ്സ് എഴുതാൻ മറക്കരുത്. താങ്ക് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.